പത്തനംതിട്ട പെരുന്നാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി പശുവിനെ ആക്രമിച്ചു കൊന്നു. ലാഗ തോട്ടത്തിലാണ് ഈ സംഭവം. അതിനിടയിൽ ഒരു കാര്യം, ഈ പുന്നൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ റാന്നി ബ്ലോക്ക് പടിയിൽ കാറിടിച്ചൊരു ഗതാഗതം തടസ്സപ്പെട്ടു. അതുകൊണ്ട് വഴി തിരിച്ചു വിടുന്നു. അവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണു. അത് മുറിച്ച് മാറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ പക്ഷേ വഴി തിരിച്ചു വിടുകയാണ്. അപ്പോൾ അത് എന്തായാലും KSEB അധികൃതർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു മുറിച്ചുമാരി. ഇനിയിപ്പോൾ പുലിയുടെ വാർത്തയിലേക്ക്. ലാഹയിലാണ് പുലി ഇറങ്ങി ഒരു പശുവിനെ കടിച്ചു കൊന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും ടെലഫോണിൽ. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അവിടെ പുലിപ്പേടി തന്നെയാണോ ശ്രീജിത്ത്? പറയൂ വിവരങ്ങൾ. കടുവയാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. കാൽപാദങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണെന്നാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും വനംവകുപ്പ് കടുവയാണ് എന്ന് പറയുന്നു. കാരണം പ്രദേശത്ത് ശബരിമല പാതയൊക്കെയാണ്. പ്രദേശത്ത് സ്ഥിരമായി ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ കടുവയാകാനുള്ള സാധ്യതയാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ നാട്ടുകാർ ഇപ്പോഴും പുലി എന്ന് പറയുന്നുണ്ട്. അതാണ് ഒരു ആശങ്ക പെടുത്തുന്നത്. കടുവയാണെങ്കിലും പുലിയാണെങ്കിലും ആശങ്ക തന്നെയാണ്. പക്ഷേ ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ് എന്നതിനെ കുറിച്ചൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ പശുവിനെ കടിച്ച് കൊന്ന് അവിടെ തന്നെ ഇട്ടുപോയിരിക്കുകയാണ്. അതാണ് വനംവകുപ്പ് പറയുന്നത്. പുലിയാണ് ഇത്തരത്തിൽ കൊന്ന് ഇട്ടു പോകുന്ന ഒരു ശീലമുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ വന്ന് വീണ്ടും അഴുകിയ ഈ ശവശരീരം ഭക്ഷിക്കുന്ന ഒരു ശീലം കടുവയ്ക്കാണുള്ളത്. എന്തായാലും കൂട് സ്ഥാപിക്കുന്ന അടക്കമുള്ള നടപടികൾ പിന്നീട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രദേശത്ത് എന്തായാലും പരിശോധന, വനത്തിനോട് ചേർന്ന മേഖലയാണ്, തൊഴിലാളി ലയങ്ങൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ്, പിന്നീട് മറ്റു പ്രധാനപ്പെട്ട പാതയുമാണ്. ആ മേഖലയിൽ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഈ മൃതദേഹം ഇപ്പോഴും അവിടെ തന്നെ ആ പ്രദേശത്ത് തന്നെ വെച്ചിട്ടുണ്ട്. കടുവയാണെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലോ തിരിച്ചു വന്ന് ഈ ശവശരീരം എടുത്തു കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു സ്ഥിരീകരണവും അല്ലെങ്കിൽ കൂട് സ്ഥാപിക്കലടക്കമുള്ള നടപടികളിലേക്കും കടക്കാമെന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ.